ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ദിവസവും ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. ചായ ചൂടായതുകൊണ്ടാണ് എനിക്ക് കുടിക്കാൻ പറ്റാത്തതെന്ന് എങ്ങനെ പറയാം? ദാറ്റ് ഈസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്. ഈ ചായ ചൂടായതുകൊണ്ടാണ് എനിക്ക് കുടിക്കാൻ പറ്റാത്തത്. ദ ടീ ഈസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്. ചായ ചൂടായതുകൊണ്ടാണ് എനിക്ക് കുടിക്കാൻ പറ്റാത്തത്. ദ ടീ ഈസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്. ചായ ചൂടായതുകൊണ്ടാണ് എനിക്ക് കുടിക്കാൻ പറ്റാത്തത്. എൻ്റെ കയ്യിൽ പണമില്ല എന്നെങ്ങനെ പറയാ? ടു ടെൽ യു ദ ട്രൂത്ത് ഐ ഡോണ്ട് ഹാവ് എനി മണി. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പണമില്ല. ടു ടെൽ യു ദ ട്രൂത്ത് ഐ ഡോണ്ട് ഹാവ് എനി മണി. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പണമില്ല. ടു ടെൽ യു ദ ട്രൂത്ത് ഐ ഡോണ്ട് ഹാവ് എനി മണി. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പണമില്ല. ടു ടെൽ യു ദ ട്രൂത്ത് ഐ ഡോണ്ട് ഹാവ് എനി മണി. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പണമില്ല. പോകുന്നത് അയാൾ നിരീക്ഷിച്ചു എന്നെങ്ങനെ പറയാ? ഹി ഒബ്സർവ്ഡ് മീ ടു ഗോ ഔട്ട്. ഞാൻ വെളിയിൽ പോകുന്നത് അദ്ദേഹം നിരീക്ഷിച്ചു. ഹി ഒബ്സർവ്ഡ് മീ ടു ഗോ ഔട്ട്. ഞാൻ വെളിയിൽ പോകുന്നത് അദ്ദേഹം നിരീക്ഷിച്ചു. ഹി ഒബ്സർവ്ഡ് മീ ടു ഗോ ഔട്ട്. ഞാൻ വെളിയിൽ പോകുന്നത് അദ്ദേഹം നിരീക്ഷിച്ചു. ഹി ഒബ്സർവ് മീ ടു ഗോ ഔട്ട്. ഞാൻ വെളിയിൽ പോകുന്നത് അദ്ദേഹം നിരീക്ഷിച്ചു. അവനെ കൊണ്ട് ജോലി പൂർത്തിയാക്കിച്ചു എന്നിങ്ങനെ പറയാം? ഐ മെയ്ഡ് ഹിം ഫിനിഷ് ദ വർക്ക്. ഞാൻ അവനെ കൊണ്ട് ജോലി പൂർത്തിയാക്കിച്ചു. ഐ മെയ്ഡ് ഹിം ഫിനിഷ് ദ വർക്ക്. ഞാൻ അവനെ കൊണ്ട് ജോലി പൂർത്തിയാക്കിച്ചു. ഐ മെയ്ഡ് ഹിം ഫിനിഷ് ദ വർക്ക്. ഞാൻ അവനെ കൊണ്ട് ജോലി പൂർത്തിയാക്കിച്ചു. ഞാൻ കണ്ടു എന്നെങ്ങനെ പറയാം? ഐ സോ ഹെർ ക്യാച്ച് ഇറ്റ്. അവൾ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു. ഐ സോ ഹെർ ക്യാച്ച് ഇറ്റ്. അവൾ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു. ഐ സോ ഹെർ ക്യാച്ച് ഇറ്റ്. അവൾ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു. ഐ സോ ഹെർ ക്യാച്ച് ഇറ്റ്. അവൾ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു. അതനങ്ങുന്നതായി എനിക്ക് തോന്നി എന്നെങ്ങനെ പറയാം? ഐ ഫെൽറ്റ് ഇറ്റ് മൂവ്. അതനങ്ങുന്നതായി എനിക്ക് തോന്നി. ഐ ഫെൽറ്റ് ഇറ്റ് മൂവ്. അത് അനങ്ങുന്നതായി എനിക്ക് തോന്നി. ഐ ഫെൽറ്റ് ഇറ്റ് മൂവ്. അത് അനങ്ങുന്നതായി എനിക്ക് തോന്നി. ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെങ്ങനെ അറിയാം? ഐ വാണ്ട് ടു നെവർ സീ യു. നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ വാണ്ട് ടു നെവർ സീ യു. നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ വാണ്ട് ടു നെവർ സീ യു. നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ പറയാം? ഐ വാണ്ട് ടു നെവർ സീ യു. നിങ്ങളെ കാണുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ വാണ്ട് ടു നെവർ സീ യു. നിങ്ങളെ കാണുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ വാണ്ട് ടു നെവർ സീ യു. നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഡ്രസ്സ് ധരിക്കാൻ ആഗ്രഹമുണ്ട് എന്നെങ്ങനെ പറയാം? ഹി വാണ്ട് ടു ഡ്രസ് എലഗൻ്റ്ലി. അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഡ്രസ്സ് ധരിക്കാൻ ആഗ്രഹമുണ്ട്. ഹി വാണ്ട് ടു ഡ്രസ് എലഗൻ്റ്ലി. അദ്ദേഹത്തിന് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാൻ ആഗ്രഹമുണ്ട്. ഹി വാണ്ട് ടു ഡ്രസ് എലഗൻ്റ്ലി. അദ്ദേഹത്തിന് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാൻ ആഗ്രഹമുണ്ട്. കൂടാരം പടുത്തുയർത്തുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു എന്നെങ്ങനെ പറയാം? വി വാച്ച്ഡ് ദം പുട്ട് ദ ടെന്റ് അപ്പ്. അവർ കൂടാരം പടുത്തുയർത്തുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. വി വാച്ച്ഡ് ദം പുട്ട് ദ ടെന്റ് അപ്പ്. അവർ കൂടാരം പടുത്തുയർത്തുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. വി വാച്ച്ഡ് ദം പുട്ട് ദ ടെന്റ് അപ്പ്. അവർ കൂടാരം പടുത്തുയർത്തുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. സഹായം ആവശ്യപ്പെട്ടാലും അയാൾ നിങ്ങളെ സഹായിക്കില്ല എന്നിങ്ങനെ പറയാം? ഈവൺ ഇഫ് യു ആസ്ക് ഹിം ഫോർ ഹെൽപ്പ് ഹി വോണ്ട് ഹെൽപ്പ് യു. നിങ്ങൾ അയാളോട് സഹായം ആവശ്യപ്പെട്ടാലും അയാൾ നിങ്ങളെ സഹായിക്കില്ല. ഈവൺ ഇഫ് യു ആസ്ക് ഹിം ഫോർ ഹെൽപ്പ് ഹി വോണ്ട് ഹെൽപ്പ് യു. നിങ്ങൾ അയാളോട് സഹായം ആവശ്യപ്പെട്ടാലും അയാൾ നിങ്ങളെ സഹായിക്കില്ല. ഈവൺ ഇഫ് യു ആസ്ക് ഹിം ഫോർ ഹെൽപ്പ് ഹി വോണ്ട് ഹെൽപ്പ് യു. നിങ്ങൾ അയാളോട് സഹായം ആവശ്യപ്പെട്ടാലും അയാൾ
സഹായിക്കുകയില്ല. ഒരു നോവൽ വായിച്ചു തീർന്ന ഉടൻ തന്നെ മറ്റൊന്ന് വായിക്കാൻ തുടങ്ങി. അതെങ്ങനെ പറയാം? ആസ് സൂൺ ആസ് ഹി ഫിനിഷ്ഡ് ദ നോവൽ ഹി ബിഗാൻ അനദർ. അദ്ദേഹം ഒരു നോവൽ വായിച്ചു തീർന്ന ഉടൻ തന്നെ മറ്റൊന്ന് വായിക്കാൻ തുടങ്ങി. ആസ് സൂൺ ആസ് ഹി ഫിനിഷ്ഡ് ദ നോവൽ ഹി ബിഗാൻ അനദർ. അദ്ദേഹം ഒരു നോവൽ വായിച്ചു തീർന്ന ഉടൻ തന്നെ മറ്റൊന്ന് വായിക്കാൻ തുടങ്ങി. ആസ് സൂൺ ആസ് ഹി ഫിനിഷ്ഡ് ദ നോവൽ ഹി ബിഗാൻ അനദർ. അദ്ദേഹം ഒരു നോവൽ വായിച്ചു തീർന്ന ഉടൻ തന്നെ മറ്റൊന്ന് വായിക്കാൻ തുടങ്ങി.